10ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 3 A+ മാത്രമുള്ള ചെറുപ്പക്കാരൻ നാട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും കൂട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും അപമാനിക്കപ്പെട്ടു. ഇനി തന്നെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ തനിക്ക് ഇഷ്ടപ്പെട്ട സയൻസ് കിട്ടാൻ മാക്സിമം ട്രൈ ചെയ്തു. അവസാനം അലോട്ട്മെന്റിൽ സയൻസ് കിട്ടി. +1ഉം +2ഉം ഇരുന്ന് പഠിച്ചു. അവന് ലഭിച്ച ലാസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് +2ൽ 93% 93%. എന്നാൽ ഇവന്റെ കൂടെ തന്നെ പഠിച്ച 10ാം ക്ലാസ്സിലെ മറ്റൊരു ചെറുപ്പക്കാരന് 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 9 A+ കിട്ടി. റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാം അവനെ അംഗീകരിച്ചു. അവന് അവാർഡുകൾ നൽകി. നാട്ടിലും വീട്ടിലൊക്കെ വലിയൊരു പേരായി. പഠിക്കുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ സയൻസ് കിട്ടി. ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ കിട്ടി. അതേ സ്കൂളിൽ കിട്ടി. പക്ഷേ +1ഉം +2ഉം കഴിഞ്ഞ് സയൻസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് ലഭിച്ചതോ 79% മാത്രം. 3 A+ നേടിയ ചെറുപ്പക്കാരൻ 93%-ലെത്തി. എന്നാൽ 9 A+ നേടിയ ചെറുപ്പക്കാരനാകട്ടെ 79%. സോ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് അല്ല 10ാം ക്ലാസ്സിന്റെ A+കളുടെ എണ്ണം. അത് +2വിന്റേതുമല്ല, അത് മറ്റൊരു കാര്യം. പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ്സിലെ A+കളുടെ എണ്ണം കുറഞ്ഞു പോയതിന് ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോലും നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ എടാ ഇതല്ല ടേണിംഗ് പോയിന്റ്, അത് മാത്രമല്ല ടേണിംഗ് പോയിന്റ്. ഇത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൂടി തരാം. ഈ 79%, 10ാം ക്ലാസ്സിൽ 9 A+ നേടി, നല്ല അവാർഡുകൾ വാങ്ങിക്കൂട്ടി, ഷോക്കേസുകളെല്ലാം നിറച്ച് +2 സയൻസ് റിസൾട്ട് വന്നപ്പോൾ 79% നേടിയ ചെറുപ്പക്കാരനല്ലേ, അത് ഞാനാ.